ഹായ്, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗൂഗിൾ സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ സെറ്റിംഗ്സ് നിർബന്ധമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ഫോണിൽ മറ്റുള്ള വെബ്സൈറ്റുകളൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും, നമ്മുടെ രേഖകളൊക്കെ ലീക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാത്രമല്ല, ഇന്നാണ് ആ ദിനം. നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 2020 വേൾഡ് കപ്പിലെ ഇന്ത്യ പാക് പോരാട്ടം ഇന്നാണ്. ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ കാണാം. വളരെ സിമ്പിൾ ആയിട്ട് 5 മെത്തേഡിൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഐഫോണിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഇതിലൂടെ കളി കാണാനും സാധിക്കും. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന പ്രശ്നമാണ് നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാണാൻ പാടില്ലാത്ത രൂപത്തിൽ ഗൂഗിളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നത് ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. ഇനി അഥവാ ഇങ്ങനെ സംഭവിക്കാത്തവരും ഈ സെറ്റിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ വരുന്ന നോട്ടിഫിക്കേഷൻ മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ സന്ദർശിക്കുന്ന മുഴുവൻ വെബ്സൈറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും എനേബിൾ ആയി കിടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫേസ്ബുക്കോ ഉപയോഗിക്കുകയാണെങ്കിലോ യൂട്യൂബ് ഗൂഗിൾ ക്രോമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയുടെ നോട്ടിഫിക്കേഷൻ ഒഴികെ മറ്റ് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത് ഒരുപാട് കാണാൻ സാധിക്കും. ഇത് ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെയാണ്. ഇതിൽ ആവശ്യമില്ലാത്ത 2 വെബ്സൈറ്റിൻ്റെതുണ്ട്. അത് രണ്ടും ഞാനിവിടെ ഓഫ് ചെയ്തു. ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണില്ല. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സന്ദർശിക്കുന്ന വേളയിൽ അവരുടെ ഡാറ്റകൾ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ അവർ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് വഴി നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീരുവാനും മാത്രമല്ല അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല രേഖകളും മിസ്യൂസ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഡാറ്റകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അതിനായി സെറ്റിങ്സിൽ പോയി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെത് അജിയോയുടേത് 3.1 GB സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് 306 MB. ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോണ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതെല്ലാം ഗൂഗിൾ ക്രോമിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഡാറ്റ നിങ്ങൾ കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ലോഗിൻ ചെയ്യേണ്ടി വരും. അതല്ല, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊക്കെ ഒരുപാടുണ്ടാവും എല്ലാവരുടെ ഫോണിലും. അതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഡിലീറ്റ് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഓൺ ആണെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ സന്ദർശിച്ചാലും അവരുടെ ഡാറ്റ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. ഈ സെറ്റിങ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ പാക് മത്സരം കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ മുകളിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വരുമ്പോൾ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വാച്ച് ലൈവ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. വാച്ച് ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ കാണാം ICC 20 വേൾഡ് കപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6ഓളം രീതിയിലൂടെ കളി കാണാനായിട്ട് സാധിക്കുന്ന മെത്തേഡാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പല രൂപത്തിലും ഇവിടെ കളി കാണാനായിട്ട് സാധിക്കും. ഒന്നിൽ കിട്ടിയില്ല എങ്കിൽ 2, 3, 4, 5 ഇങ്ങനെ 5-6 ലിങ്കോളം നിങ്ങൾക്ക് കളി കാണാനായിട്ട് സാധിക്കും. കളി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നാൽ മതി. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ബാക്ക് അടിച്ച് പോവുക. ഇതിനായി നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു സൈറ്റിൽ കയറിയാൽ മതി. ഇതാണ് ഇന്നത്തെ വീഡിയോ. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.